സർക്കാരുമായുള്ള പോരിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർഡിനൻസിൽ ഒപ്പുവെച്ചതോടെ GST നിയമ ഭേദഗതി ഓർഡിനൻസിന് അംഗീകാരമായി. ഒരാഴ്ച മുൻപ് സർക്കാർ അയച്ച ഓർഡിനൻസാണ് ഒപ്പുവെച്ചത്. അതേസമയം CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന് ഗവർണർ മറുപടി നൽകിയിട്ടുണ്ട്. BJP ടിക്കറ്റിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന ബൃന്ദയുടെ വെല്ലുവിളിക്കാണ് ഗവർണർ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത്. ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ആദ്യം ഗവർണർ ഈ GST നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടയിലാണ് ഈ GST ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പുവെച്ചത്. ആ വാർത്തയിലേക്ക് ആദ്യം. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഈ ഒരു സർക്കാർ ഗവർണർ പോര് അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ഓർഡിനൻസ് ഗവർണർക്ക് മുൻപാകെ രാജ്ഭവനിലേക്ക് എത്തുന്നത്. സർക്കാർ അത് അയക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ GST നിയമ ഭേദഗതി ഓർഡിനൻസ് ആണ്. ആ ഓർഡിനൻസ് ഔദ്യോഗികമായി രാജ്ഭവൻ ഗവർണർ അംഗീകാരം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവൻ അറിയിക്കുന്നത്. സർക്കാരുമായി ഒരു പോര് തുടരുമ്പോൾ തന്നെ സർക്കാരിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ അത് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഓർഡിനൻസിന് അംഗീകാരം നൽകിയതിലൂടെ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം തന്നെയാണ് ഒരാഴ്ച എന്നുള്ള ആ ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗവർണർ ഈ ഒരു ഓർഡിനൻസിന് ഒപ്പുവെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയിട്ടുള്ള നിരവധി ബില്ലുകൾ ഓർഡിനൻസുകളൊക്കെ തന്നെ രാജ്ഭവനിൽ തുടരുന്നുണ്ട്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി ഒന്നിലധികം ബില്ലുകൾ പോയൊരു സാഹചര്യമുണ്ട്. അതിലൊന്നും തന്നെ കൃത്യതയോ അല്ലെങ്കിൽ വ്യക്തതയോ നൽകാൻ സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ് ഈ ബില്ലുകൾ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നതും ഒപ്പം തന്നെ രാജ്ഭവനിൽ തുടരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാക്കിയത്. എന്തായാലും സർക്കാരിന്റെ ഭരണനിർവഹണ കാര്യങ്ങളിൽ തന്റെ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ തന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഗവർണർ സ്വീകരിക്കുന്നുണ്ട് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു ഓർഡിനൻസിന് അംഗീകാരം നൽകിയതിലൂടെ മനസ്സിലാക്കാൻ. മുമ്പൊക്കെ പ്രതിപക്ഷവും ഒപ്പം തന്നെ ഭരണപക്ഷത്തെ മുതിർന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ച് CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നത് ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ്, പല ബില്ലുകളും അത്തരത്തിൽ പിടിച്ചു വെക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നുള്ളത് ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയാണ് ഈ ഒരു GST നിയമ ഭേദഗതി ബില്ലിന് ഓർഡിനൻസിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള ഗവർണറുടെ നടപടി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഓർഡിനൻസ് പരിഗണിക്കുകയും അതിന് അംഗീകാരം ചെയ്യുന്നുള്ള ഒരു നടപടി ഗവർണർ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. രജനി, ശാലിനി, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഭരണപ്രതിസന്ധിയാണ് ഗവർണർ ഉണ്ടാക്കുന്നതെന്ന് പല പ്രാവശ്യമാണ് സർക്കാരും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ LDF നേതാക്കളും മറ്റു മന്ത്രിമാരും ഒക്കെ തന്നെ ആവർത്തിച്ചതും. ഇതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുക്കുകവരെ ഉണ്ടായി. ഇപ്പോൾ ഗവർണർ തന്നെ താൻ ഒരിക്കലും ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബില്ലുകൾ GST ഈ നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കുന്നത്. ഒപ്പം ഗവർണർ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബില്ലുകളടക്കം രാജ്ഭവനിലേക്ക് എത്തിയെങ്കിലും അതിൽ യാതൊരു വ്യക്തതയും വരുത്തിയിട്ടില്ല. ആ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ GST ഓർഡിനൻസിൽ അദ്ദേഹം ഒപ്പുവെച്ചിട്ട് ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത്. രജനി, അത് തന്നെയാണ് കാരണം. താൻ ഭരണത്തലവനാണ്, സ്വാഭാവികമായും സംസ്ഥാനത്തെ ഭരണനിർവഹണ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ട വ്യക്തിയാണ്. അവിടെ തന്റെ പിഴവ് കൊണ്ട് ഒരു രീതിയിലും ഭരണനിർവഹണ കാര്യങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു മെസ്സേജ് നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഗവർണർ ഈ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻപും ഇത്തരത്തിലുള്ള ബില്ലുകളും ഓർഡിനൻസുകളും ഒക്കെ തന്നെ രാജ്ഭവനിലേക്ക് എത്താറുണ്ട് ഗവർണറുടെ അംഗീകാരത്തിനായി. അതിൽ കൃത്യത വരുത്തുന്ന ബില്ലുകൾക്ക് അദ്ദേഹം അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സർവകലാശാല ഭേദഗതി ബില്ല്, ലോകായുക്ത ഭേദഗതി ബില്ല് അടക്കമുള്ള ചില ബില്ലുകൾ അതിലാണ് ഗവർണർ അദ്ദേഹം പലതവണ അത് പറയുന്നുണ്ട്, അതൊരു മണി ബില്ലാണ്, അതിൽ കൃത്യത വരുത്തിയാൽ മാത്രം താനത് ഒപ്പുവെക്കാം എന്ന് ആദ്യം മുതൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൽ വ്യക്തത വരുത്താത്തത് കൊണ്ട് മാത്രമാണ് ഗവർണർ അത് ഒപ്പുവെക്കാതെ തുടരുന്നത്. അതേസമയം തന്നെ വ്യക്തത വരുത്തി ഒരാഴ്ചയ്ക്കകം നൽകിയ ഓർഡിനൻസിനാണ് ഇപ്പോൾ രാജ്ഭവൻ ഔദ്യോഗികമായ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഗവർണർ ഔദ്യോഗികമായ അംഗീകാരം നൽകിയിട്ടുള്ളത്. രജനി, ശരി, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടെ അറിയാനുണ്ട്. എന്തായാലും ബൃന്ദ കാരാട്ട് ചോദിച്ചു വാങ്ങിക്കുകയാണ് ചെയ്തത് ഗവർണറിൽ നിന്ന്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ബൃന്ദ മത്സരിച്ചിട്ടുണ്ടോ എന്ന് നെഞ്ചു വിരിച്ചുകൊണ്ട് തന്നെയല്ലേ ഗവർണർ ചോദിച്ചത് ബൃന്ദയോട്?
രജനി, തീർച്ചയായും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഒരു മറു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള വൃന്ദ കാരട്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അത് ഗവർണർ ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഗവർണർ BJP-യുടെ ടിക്കറ്റിൽ അല്ലെങ്കിൽ NDA-യുടെ ടിക്കറ്റിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊക്കെയായിരുന്നു വൃന്ദ കാരട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചത്. ആ പ്രതികരണത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അവർ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ താൻ തയ്യാറല്ല, അതേ അവജ്ഞയോട് കൂടി തന്നെ ഈ ഒരു മറുപടി അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തെ തള്ളിക്കളയുകയാണ് താൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, തനിക്ക് ചെയ്യാൻ ഒരുപാട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ മാത്രമായിരിക്കും താൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ കാര്യമല്ലാത്ത കാര്യത്തിന് പ്രതികരിക്കാൻ താൻ ഇല്ല എന്നുള്ളതായിരുന്നു വൃന്ദ കാരാട്ടിന് നൽകിയിട്ടുള്ള മറുപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ സർക്കാരുമായി പോര് തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് നടന്നത്. ഇവിടുത്തെ മസ്കറ്റ് ഹോട്ടലിൽ നടക്കുകയും ചെയ്തു. അതിൽ തനിക്ക് ക്ഷണം ഉണ്ടായിട്ടും താൻ പോകാതിരുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. രാജ്ഭവനിൽ അതിനുള്ള ക്ഷണക്കത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും ചില കാര്യങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതയുമാണ് ഈ ഒരു ക്ഷണത്തിന് പോകാത്തത് എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും സർക്കാർ പോര് തുടരുകയാണ്. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മുതിർന്ന CPM പ്രവർത്തകരുടെയും CPM നേതാക്കന്മാരുടെയും ചോദ്യങ്ങൾക്കും ഒപ്പം തന്നെ പ്രതികരണങ്ങൾക്കും അതേ നാണയത്തിൽ തന്നെ ഗവർണർ മറുപടിയും നൽകുന്നുണ്ട്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.